ഇപ്പോൾ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയെത്തുകയാണ് മലപ്പുറത്ത് നിന്നും. മലപ്പുറത്ത് ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരൻ്റെ മുത്തശ്ശി കുഴഞ്ഞു വീണു മരിച്ചു. മുഹമ്മദ് സിനാന്റെ മരണവിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ആസിയാണ് മരിച്ചത്. അടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങിയാണ് മുഹമ്മദ് സിനാൻ മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, സിനാന്റെ മുത്തശ്ശിയും ഇപ്പോൾ യാത്ര പറഞ്ഞിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? ഇത് വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. 9 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്. കുഞ്ഞറിയാതെ ഇതിനിടയിൽ പെടുകയായിരുന്നോ? ആരും കണ്ടില്ലേ ഈ കാഴ്ചയൊന്നും? തീർച്ചയായും അരുൺകുമാർ, ഏറെ ദാരുണമായ സംഭവമാണ്. മലപ്പുറം വൈലത്തൂർ ചിലവിൽ എന്ന് പറയുന്ന മേഖലയിലായിരുന്നു ഈ ദുഃഖകരമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവങ്ങൾ നാട്ടുകാർ അറിയുന്നത്. അതായത് മലപ്പുറം വൈലത്തൂരിലെ ഗഫൂർ ജബി ദമ്പതികളുടെ 9 വയസ്സുള്ള മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ ദാരുണമായി മരിച്ചത്. ഈ ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടിൻ്റെ ഓട്ടോമാറ്റിക് ഗേറ്റിലൂടെ മറികടന്നുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ പുറകുവശത്താണ് ഈ ഒരു മുഹമ്മദ് സിനാന്റെ വീടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ മുൻപും ഈ ഒരു മേഖലയിലൂടെ ഈ ഒരു കുട്ടി കടന്നു പോയിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ ഈ ഒരു കുഞ്ഞിൻ്റെ സുഹൃത്തായ മറ്റൊരു ആൺകുട്ടിയുമായിട്ടായിരുന്നു പതിവായി തരത്തിൽ പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നത്. അസ്ർ നമസ്കാരത്തിന് വേണ്ടി ഇത്തരത്തിൽ ഈ ഒരു ഗേറ്റ് മറികടന്നുകൊണ്ട് അതിന് മുൻപും കുട്ടി പള്ളിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് നമ്മളോട് ദൃക്സാക്ഷികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ആ നിലയിൽ സമാനമായ രീതിയിൽ ഈ ഒരു ഗേറ്റ് മറികടന്ന് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് എന്തോ സാങ്കേതിക തകരാർ സംഭവിച്ചത് മൂലം ഈ ഒരു കുട്ടി കടന്നു പോകുന്നതിനിടയിൽ ഈ ഒരു കുട്ടി അതിനിടയിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ തലയുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് അവിടെയുള്ള സാങ്കേതിക തകരാർ സംഭവിച്ചത് മൂലം സ്റ്റക്കാവുകയും കുട്ടി അതിനുള്ളിൽ അകപ്പെടുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന വീട്ടുകാരില്ലാത്തതിനാൽ ഏറെ നേരം ആ ഒരു സംഭവം ആരും അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ആ ഒരു മേഖലയിലൂടെ കടന്നുപോയ നാട്ടുകാരാണ് ഇത് കാണുന്നത്. ഉടനെ തന്നെ ഒരു കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് മറ്റൊരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞിന്റെ മുത്തശ്ശിയും മനം തോന്നി ഈ ഒരു സംഭവത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വാർത്ത ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. രാത്രി 12 മണിയോടുകൂടി ഈ ഒരു കുഞ്ഞിന്റെ മൃതദേഹം സ്ഥിതി ചെയ്യുന്ന കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഈ ഒരു മാതാവ് അതായത് വല്യമ്മ എന്ന് പറയുന്ന മുത്തശ്ശി ആ ഒരു ഘട്ടത്തിൽ മനം തോന്ത് ഹൃദയാഘാതം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഏറെ ദാരുണമായ അമ്പരിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ആ നിലയിലുള്ള ഒരു അന്വേഷണമൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം സാങ്കേതിക തകരാറാണ് ഈ ഒരു ഗേറ്റിന് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടാതെ സെൻസറിങ് സംവിധാനമുള്ള ഗേറ്റാണ്. സ്വിച്ച് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗേറ്റാണ്. കുഞ്ഞ് ഇതിനു മുൻപും ആ ഒരു ഗേറ്റ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗേറ്റ് തുറന്നുകൊണ്ട് അതിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്നാൽ ഏറെ അപ്രതീക്ഷിതമായി ഇന്നലെ അതിനിടയിൽ ആ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ്. സാങ്കേതികമായി സംഭവിച്ച ഒരു തകരാറ് മൂലം അത് സ്റ്റക്കായി പോയി. അതിനിടയിൽ കുഞ്ഞകപ്പെട്ടു. ഏറെ നേരം മലപ്പുറത്ത് നിന്നെത്തുന്ന വാർത്ത എത്ര വേദനിപ്പിക്കുന്നതാണല്ലേ. മുഹമ്മദ് സിനാൻ 9 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിയായിരിക്കുമല്ലോ ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നോക്കിയിട്ടുണ്ടാവുക. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണ്. മുത്തശ്ശിക്കൊപ്പമായിരിക്കും അവൻ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, മുത്തശ്ശിയായിരിക്കും അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. മറ്റുള്ളവരൊക്കെ തിരക്കിൽ പോകുന്ന സമയങ്ങളിൽ രണ്ടാമതൊരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായി മുത്തശ്ശി തന്നെയായിരിക്കും മൂത്തവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അവനെ ഇങ്ങനെ മരിച്ച നിലയിൽ കാണുന്നത് പെട്ടെന്ന് ചിലപ്പോൾ ആ മുത്തശ്ശിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് രാത്രിയിൽ അങ്ങനെ മുത്തശ്ശിയും കൊച്ചുമകനോടൊപ്പം യാത്രയായി എന്ന വിവരമാണ് മലപ്പുറത്ത് നിന്ന് നമുക്ക് ലഭിച്ചത്. നമ്മളെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. കാരണം ഇതൊക്കെ നമ്മുടെ വീടുകളിലും കാണുന്ന സംഭവങ്ങളാണല്ലോ. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ ഇടയിൽ തല കുടുങ്ങുക, അപ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നതും അത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഞെട്ടലുണ്ടാവുന്നതും അല്ലേ. പ്രിയപ്പെട്ടവരെ, ആ സങ്കട വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ മുബഷീർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.